ഓക്കെ, വെൽക്കം ബാക്ക്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് ഈ സ്ഥലത്തെ ചില വിശേഷങ്ങളും ചില അത്ഭുതങ്ങളും ഒക്കെയാണ്. ഇതാണ് നമ്മുടെ പഴുക്കാത്തോട്. ഈ തോടിന് പഴുക്കാത്തോടെന്ന് പറഞ്ഞാൽ ഇന്ന് വരെ ഒരു പഴുക്ക ഇതിൽ ഒഴുകി വന്നില്ല. എങ്ങനെയാണ് ഈ പഴുക്കാത്തോടെന്ന് ഇതിന് പേര് വന്നതെന്ന് എനിക്കറിയില്ല. ഇവിടെ നമ്മുടെ പട്ടയം കിട്ടിയത് 61-ലാണ്. അപ്പോൾ അന്ന് വന്ന് അതിക്ക് മുമ്പ് വന്ന ആൾക്കാരോട് ഞാൻ ചോദിച്ചു എങ്ങനെയാണ് ഈ പഴുക്കാത്തോടെന്ന് പേര് വന്നതെന്ന്. അപ്പോൾ അന്നത്തെ ആൾക്കാർ പറയുന്നു അവർ വരുമ്പോഴും ഈ തോടിന് പഴുക്കാത്തോടെന്നാണ് പേര് പറയുന്നത്. എന്തുകൊണ്ടാണ് പഴുക്കാത്തോടെന്ന് പേര് പറയുന്നതെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ എഴുതണം. ഈ പഴുക്കാത്തോടിന് എങ്ങനെ പഴുക്കാത്തോടെന്ന് പേര് വന്നു? ഒരു ചോദ്യമല്ലേ, നമ്മുടെ പുതിയ തലമുറയ്ക്കൊന്നും അറിയത്തില്ല. അപ്പോൾ അറിയാമെങ്കിൽ ആരെങ്കിലും ഇതറിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പഴുക്കാത്തോട്ടിലെ വെള്ളം അതുപോലെ മുള്ളിരിങ്ങാട് പുഴയിലെ വെള്ളവും 2 കളറുണ്ട്. ഇതിനൊരു നല്ലൊരു പച്ചപ്പ് കലർന്ന ഒരു വെള്ളമാണ് ഈ പഴുക്കാത്തോട്ടിലൂടെ വരുന്നത്. എന്നാൽ മുള്ളിരിങ്ങാട് പുഴയിലൂടെ വരുന്ന വെള്ളം നല്ല പ്യുവർ വൈറ്റ് ആയിട്ടാണ്. വൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല പച്ചവെള്ളം, ശുദ്ധമായ വെള്ളം ഒഴുകുന്നവരാണ്. പക്ഷേ ഈ വെള്ളത്തിനൊരു പ്രത്യേകത ഉണ്ട്. ചിലപ്പോൾ ഒരു പക്ഷേ അങ്ങ് മുകളിൽ മലയുടെ ഇടയിലൂടെയൊക്കെ ഇറങ്ങി വരുന്നതുകൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല. എന്താണ് ഈ വെള്ളത്തിന് 2 കളർ വരാൻ കാരണം? ഇപ്പോൾ നമ്മൾ ഇത് കണ്ടോ, ഈ വെള്ളത്തിൻ്റെ ഇവിടുത്തെ ഒരു കളറും ഇവിടെ ആഴം കൂടിയതുകൊണ്ടല്ല ഈ വെള്ളത്തിന് കളർ വ്യത്യാസമുണ്ട്. അപ്പോൾ നല്ല ഇച്ചിരി കൂടെ പച്ചപ്പ് അല്ലെങ്കിൽ ഇരുളിമ കൂടുതലുള്ള ഒരു കളറാണ് ഈ വെള്ളത്തിന്. മറ്റ് പല തോട്ടിലും അങ്ങനെ ഒഴുകി വരുന്നില്ല. പഴുക്കാത്തോട്ടിലെ വെള്ളത്തിന് മാത്രമാണ് ഇങ്ങനെ വ്യത്യാസമുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിൽ ഇനി വരുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ കളർ വ്യത്യാസവും നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റിലൊന്ന് പറയുവാണെങ്കിൽ നമുക്ക് അറിയാത്തവർക്ക് അറിയാമല്ലോ, ഒരു പുതിയ അറിവായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും യാത്ര തുടങ്ങാം. അപ്പോൾ ഇനി ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവും കാണില്ലായിരിക്കാം. ഇനി ഒരു ഭക്തൻ്റെ മനസ്സിൽ തോന്നിയ തോന്നലുകളാണോ എന്ന് ചോദിച്ചാൽ അതും എനിക്ക് അറിയില്ല. പക്ഷേ ഇതൊരു മുത്തശ്ശിക്കഥയിലെ കഥയെന്ന പോലെ കേട്ടിരിക്കാൻ പറ്റിയൊരു കഥയാണ്, ഒരു ചരിത്ര സംഭവമാണ്. ഇതിന് യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് വേണമെങ്കിൽ ഞാൻ ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. സത്യസന്ധതയും ആത്മാർത്ഥതയും ഭക്തിയും എല്ലാം ഒരുമിച്ച് ഒരു ഭക്തനിൽ വന്നു ചേരുമ്പോൾ ചിലപ്പോൾ ആ ഭക്തന് തോന്നുന്ന ചില തോന്നലുകളാവാം ഇനി പറയുന്ന ചില കാര്യങ്ങൾ. ഇത് എനിക്ക് പറഞ്ഞു തന്ന ഒരു അറിവ് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിലെ നെല്ലും പതിരും നിങ്ങൾ തിരിച്ചറിയണം. എന്നിരുന്നാലും ഒരുപാട് നിഗൂഢ രഹസ്യങ്ങളുടെ ഒരു പ്രത്യേക സ്ഥലമാണ് പഴുക്കാത്തോടും ഈ പരിസരവും. അപ്പോൾ ഇത് നമ്മുടെ പഴുക്കാത്തോടെന്ന് പറയുന്ന പുഴയാട്ടോ. പഴുക്കാത്തോടെന്നാണ് ഈ പുഴയ്ക്ക് പറയുന്നത്. മുള്ളിരിങ്ങാട് പുഴയ്ക്ക് ഇങ്ങനെ ഒരു പേരുണ്ട്. പക്ഷേ പഴുക്കാത്തോടിൻ്റെ ഈ ഭാഗം പണ്ട് ഭയങ്കരമായി കുഴിയായിരുന്നു. ഇതെൻ്റെ ഈ താഴെ കാണുന്ന ഈ ഭാഗം ഭയങ്കര കുഴിയായിരുന്നു. വലിയ കയമൊക്കെ ഉണ്ടായിരുന്നു അന്ന്. ഇപ്പോൾ ഇതൊക്കെ പുഴ അങ്ങ് താഴ്ന്ന് നിരന്നു പോയി. ഈ കാണുന്ന ഭാഗങ്ങൾ അന്ന് കൃഷിക്കായിട്ട് കൊടുത്തേക്കായിരുന്നു. അന്ന് ഈ ദാരിദ്ര്യത്തിൻ്റെ ഒരു കാലഘട്ടമാണല്ലോ ഈ 60 കാലങ്ങളിലൊക്കെ. അപ്പോൾ ഈ കൃഷിക്കായിട്ട് ഇങ്ങനെ കൊടുത്തായിരുന്ന ഈ സമയത്ത് ഈ ഭാഗത്ത് കപ്പയായിരുന്നു, മരച്ചീനി ആണ് ഫുള്ളായിട്ടും കൃഷി ചെയ്തായിരുന്നു. അപ്പോൾ ഈ കാട്ടുപന്നിയും മറ്റേ മുള്ളനൊക്കെ വന്ന് അന്ന് ഇതുപോലെ ഇന്നത്തെ പോലെയുള്ള ഒരു സംഭവങ്ങളൊന്നും ഫോറസ്റ്റുകാർ അതിൽ നായാട്ടിനൊക്കെയുള്ള അവസരങ്ങളുണ്ടായിരുന്നു ഫോറസ്റ്റിൽ. അന്ന് ആൾക്കാർക്ക് തോക്കും നാടൻ കോഴിലും ഒക്കെ ഉള്ളായിരുന്നൊരു കാലമാണ് 60 കാലങ്ങളിൽ. അപ്പോൾ ഈ കാണുന്ന മരത്തിൻ്റെ മുകളിൽ അന്ന് കാരണന്മാർ ഈ കാണുന്ന മരത്തിൻ്റെയൊക്കെ വലിയ മരത്തിൻ്റെ മുകളിൽ അപ്പോൾ അങ്ങാപ്പുറത്ത് തേക്ക് പ്ലാന്റേഷൻ ചെയ്തിട്ടില്ലായിരുന്നു നമ്മൾ വിചാരിക്കണം. മൊത്തം കപ്പ കൃഷിയാണ്. അപ്പോൾ രണ്ടാമത് കപ്പ കൃഷി കഴിഞ്ഞതിന് ശേഷമാണ് ഈ തേക്കെല്ലാം നട്ടുപിടിപ്പിച്ചത്. ഈ കാരണന്മാർ പറയുന്നുണ്ടായിരുന്നു ഇവിടെ ഗന്ധർവന്മാർ കുളിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഗന്ധർവന്മാർ അല്ലെങ്കിൽ അവർ ഇവിടെ തൊട്ടടുത്തിൻ്റെ പുറകിലൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് ആ കഥ പറയുന്നത്. അപ്പോൾ ഇവിടെ അന്ന് അക്കാലത്ത് ഈ പാറകളിൽ ഇങ്ങനെ നിരന്ന് നിന്ന സ്ത്രീകൾ, ഗന്ധർവ സ്ത്രീകൾ ഇവിടെ അലക്കും കുളിയും ഒക്കെ ഉള്ളതായിട്ട് കാരണന്മാർ പറയുകയും അതുപോലെ തന്നെ അതെങ്ങനെ ഈ
നായാട്ടിന് ഇതിൻ്റെ മരത്തിൻ്റെ മുകളിൽ കയറി രാത്രി കാലങ്ങളിൽ ഇരിക്കുമ്പോൾ ഇവിടെ നിന്ന് വലിയ പാട്ടും കൈകൊട്ടിക്കളിയും നീരാടലും അതുപോലെ തന്നെ അലക്കും കുളിയും ഇതെല്ലാം ഉണ്ടായിരുന്നേ. അപ്പോൾ ഇന്നത്തെ പോലെ അന്ന് കരണ്ടോ മറ്റ് വെളിച്ചമോ വെട്ടമൊന്നും ഇല്ല. എങ്ങും ഈ കാട്ടുമൃഗങ്ങളുടെ ശബ്ദവും അതുപോലെ തന്നെ ഒരു ഭീകര അന്തരീക്ഷമൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ നായാട്ടിന് വന്നിരിക്കുന്ന ആളുകൾ ഈ മരത്തിൻ്റെ മുകളിൽ വലിയ തട്ട് കെട്ടിയിട്ട് രാത്രി ഇങ്ങനെ തോക്കുമായിട്ട് ഇങ്ങനെ ഇരിക്കുമായിരിക്കും. അപ്പോൾ ആ സമയത്ത് ഈ രാത്രി 12 മണിയൊക്കെ കഴിയുമ്പോഴാണ് ഈ ഭാഗത്ത് ഈ ഗന്ധർവ സ്ത്രീകളും ഗന്ധർവന്മാരും കുളിക്കാമെന്ന് കുളി കഴിഞ്ഞ് ഇവിടെ നിന്ന് നേരെ കിഴക്കേ അമ്പലത്തിലേക്ക് പോയതായിട്ട് കണ്ടവരുമുണ്ട്. അത് ഇന്ന് ആളുകൾ ഇങ്ങനെ അതൊരു കെട്ടുകഥ പോലെ പറയുന്നുണ്ട്, പക്ഷേ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു കഥ നിങ്ങളുടെ കാരണന്മാരോടോ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഓടൊക്കെ ചോദിച്ചിട്ട് അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണം. എന്നോട് പറഞ്ഞ ആൾ, കൃത്യമായി കണ്ട ആൾ തന്നെയാണ് എന്നോട് പറഞ്ഞ് ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. അയാൾ ഇതിൻ്റെ മുകളിൽ തോക്കുമായിട്ട് നായാട്ടിരുന്നപ്പോൾ വെച്ച് വലിയ ദീപാലങ്കൃതമായൊരു അന്തരീക്ഷത്തിൽ മാലാഖ പോലത്തെ അല്ലെങ്കിൽ ഗന്ധർവ സ്ത്രീകളും ഗന്ധർവന്മാരും കുളിയും പരിവാരവും ഒക്കെ ആയിട്ട് ഇവിടുന്ന് കുളിച്ച് ഈ ക്ഷേത്രത്തിൻ്റെ അതിലെ നടന്ന് അങ്ങനെ അടുത്ത ക്ഷേത്രത്തിലേക്ക് പോയതായിട്ടൊരു കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മുടെ കാരണന്മാർക്ക് അറിയുകയും ചെയ്യും. ഇന്നിപ്പോൾ അത് നിങ്ങൾ രാത്രി വന്നിരുന്നാൽ ചിലപ്പോൾ കാണണമെന്നില്ല, ചിലപ്പോൾ കാണാം. ചില നാളുകൾ, അതായത് നമുക്ക് ഈ അശ്വതി ഭരണി കാർത്തിക രോഹിണി എന്നൊക്കെ നാളുകളുണ്ടല്ലോ, ആ നാളുകാർക്ക് ചില നാളുകാർക്ക് ഇവരെ കാണാൻ കഴിയുമെന്നും പണ്ട് മുത്തശ്ശി കഥകളിലും അതുപോലെ നമ്മുടെ മുത്തശ്ശന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുമുണ്ട്. അപ്പോൾ ചില നാളുകാർക്കും ചില സമയത്ത് ഇത് കാണാൻ പറ്റും. പിന്നെ ഈ പൈശാചികമെന്ന് പറയാൻ പറ്റില്ല, ഇങ്ങനെ അദൃശ്യമായ ചില ശക്തികൾ ഈ മേഖലയിലുണ്ട് എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം പുതിയ ഒരു കഥയുമായിട്ട് പുതിയൊരു സംഭവമായിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം.